സർ, ആദ്യത്തെ ചോദ്യം, ട്രംപിനെതിരെ യുഎസിൽ തന്നെ വ്യാപക പ്രതിഷേധം ഉടലെടുത്തിരിക്കുന്നു. ട്രംപിന്റെ താരിഫ് നയം അമേരിക്കയെ പ്രതിസന്ധിയിലാക്കിയോ? തീർച്ചയായിട്ടും അമേരിക്കയെ മാത്രമല്ല ലോകത്തെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. പ്രസിഡന്റ് ട്രംപ് ആദ്യമേ ഇത് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമുക്കറിയാം ഇത് ലോകക്രമത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള കാര്യമാണ്. പക്ഷേ അമേരിക്കയിൽ തന്നെ ഇതിനെതിരായി വന്നിട്ടുള്ള ഇപ്പോഴത്തെ പ്രകടനങ്ങൾ കുറച്ച് അതിശയിപ്പിക്കുന്നതാണ്. കാരണം ഇത് കാത്തിരിക്കാൻ പോലും അദ്ദേഹത്തിൻ്റെ ഈ പുതിയ നയപരിപാടികളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു കാത്തിരിക്കാൻ പോലും തയ്യാറല്ലാതെ ജനങ്ങൾ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. ഇതൊരുപക്ഷെ ഡെമോക്രാറ്റിക് പാർട്ടി ഓർഗനൈസ് ചെയ്താകാം, അതായിരിക്കാം സാധ്യത. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിനെ അങ്ങനെ മാറ്റാനൊന്നും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രകടനമാണ്. അത് അദ്ദേഹത്തിനൊരു വാർണിംഗ് ആകുന്നുള്ളതല്ലാതെ അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത് റെസിപ്രോക്കൽ ടാരിഫ് എന്ന പേരിൽ വളരെ വലിയ ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പല രാജ്യങ്ങൾക്ക് മാത്രമല്ല, പെൻഗ്വിൻസിന് പോലും താമസമില്ലാത്ത ഐലൻഡ്സിന് പോലും അദ്ദേഹം ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു കുറേയൊക്കെ തെറ്റായിരിക്കാം, വളരെ എക്സസീവായിട്ടുള്ളൊരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലോകം മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും ഒരു ഫസ്റ്റ് വേൾഡ് ട്രേഡ് വാർ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിനു മുമ്പും ട്രേഡ് വാർസ് ഉണ്ടായിട്ടുണ്ട് പല രാജ്യങ്ങൾ തമ്മിലും. പക്ഷേ ഇതാദ്യമായിട്ടാണ് വേൾഡ് വൈഡായിട്ട് എല്ലാവരെയും ഇൻവോൾവ് തരത്തിലുള്ള ഒരു പുതിയ ട്രേഡ് സിസ്റ്റം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പേരിലാണ് ഈ കാര്യങ്ങൾ പണ്ട് നിയന്ത്രിച്ചിരുന്നത്. പക്ഷേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേരിക്കയുടെ നിലപാട് കാരണം ഇല്ലാതായിരിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ അതിനെ കുഴിച്ചു മൂടിയിരിക്കുകയാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒരു റോളും ഇല്ലാത്തതുപോലെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിലൊരു ഹോപ്പുണ്ട് എന്ന് പറയുന്നത് ബയലാറ്ററൽ എഗ്രിമെൻറ്റ്സിന് തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സൗകര്യം ലഭിച്ചിട്ടുള്ളത് ഇന്ത്യക്കാണ്. കാരണം ഈ റെസിപ്രോക്കൽ ടാരിഫ്സ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രസിഡന്റ് ട്രംപ് നമ്മുടെ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഒരു നടപടി അദ്ദേഹം എടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മുടെ പ്രധാനമന്ത്രി ഉടൻ തന്നെ ഒരു ട്രേഡ് എഗ്രിമെൻറ്റിനുള്ള നെഗോസിയേഷൻസ് തുടങ്ങാൻ ആഗ്രഹിച്ചു. അപ്പോൾ അത് അതിശയകരമെന്ന് പറയട്ടെ, പ്രസിഡന്റ് അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കെതിരായിട്ടും 27% ടാരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഉടനെ തന്നെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ട്രേഡ് നെഗോസിയേഷൻസ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നമ്മൾ അമേരിക്കയായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഇതിൽ നിന്ന് വലിയ പ്രയാസങ്ങൾ നമുക്കുണ്ടാവുകയില്ല. പക്ഷേ ലോകസ്ഥിതിയിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായും നമ്മളെയും ബാധിക്കും. അതുകൊണ്ട് ലോകത്തെല്ലാവരും, അമേരിക്കയുടെ ഫ്രണ്ട്സ് ആയാലും എനിമീസ് ആയാലും എല്ലാവരും ഇതിനെ എതിർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു. എവിടെയാണ് ഇവിടെ എത്തിച്ചേരുക എന്ന് ഒരു തീർച്ചയും ഇപ്പോഴില്ല. ഇന്ത്യക്കും വലിയ രീതിയിലുള്ള നഷ്ടമാണ്. ട്രംപിന്റെ ഇത്തരം നയങ്ങൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും? നമ്മുടെ ഇതൊരു വ്യത്യാസമുണ്ട്. ഒന്നാമത് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിനെ കണ്ടു ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു നല്ല അറിവ് നമുക്കുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മുടെ നയങ്ങൾ രൂപീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അമേരിക്കൻ ഗുഡ്സിൻ്റെ കുറേ ടാരിഫൊക്കെ കുറയ്ക്കുകയുണ്ടായി. ചിലത് എക്സസീവ് ആണെന്നുള്ള സൂചന ലഭിച്ചതുകൊണ്ട്. അതുപോലെ ഈ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ഡിസ്കഷൻ തുടങ്ങുന്നത് കൊണ്ട് അത് ഓവർടേക്ക് ചെയ്യുമല്ലോ ഇതിന്. ഈ പുതിയ ടാരിഫൊക്കെ ബയലാറ്ററലായിട്ട് എഗ്രി ചെയ്യുന്ന ടാരിഫായിരിക്കും ഒരുപക്ഷെ വരിക. അതുകൊണ്ട് ഇന്ത്യയിലെ ആശങ്ക കുറവാണ്. പക്ഷേ ആശങ്ക നമുക്കും ഉണ്ട്. ഇന്നിപ്പോൾ കേട്ട വാർത്ത, നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനോട് സംസാരിക്കുകയും നമ്മുടെ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ മ്യൂച്വൽ ട്രേഡ് എഗ്രിമെൻ്റ് അടുത്ത ഒരു വർഷത്തിനകം മറ്റോ വരികയാണെങ്കിൽ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് നമുക്ക് കുറവായിരിക്കും. അത് തന്നെയല്ല, ചില രാജ്യങ്ങളിൽ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഈ അഡീഷണൽ ടാരിഫ് നമുക്ക് ചില സൗകര്യങ്ങൾ സൃഷ്ടിച്ചേക്കും എന്നും കൂടി ഒരു വാർത്തയുണ്ട്. ഇപ്പോൾ കംബോഡിയയിൽ, വിയറ്റ്നാമിൽ അവിടെയൊക്കെയുള്ള ടാരിഫ് വളരെ കൂട്ടിയപ്പോൾ
അവിടുന്ന് ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഒരു സ്റ്റേബിളായിട്ടുള്ള ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ബംഗ്ലാദേശ്, ശ്രീലങ്ക, കംബോഡിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ അമേരിക്ക മുമ്പോട്ട് വന്നേക്കും. അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് സഹായം കൂടി നമുക്കുണ്ട് എന്നാണ് വിദഗ്ധന്മാർ വെളിപ്പെടുത്തുന്നത്.